നമസ്കാരമുണ്ട് കേട്ടോ. നമസ്കാരമുണ്ടേ. എനിക്ക് ഒരു പുല്ലിനെയും പേടിയില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും എനിക്ക് ആരുടെ മുഖത്ത് നോക്കി തുറന്നു പറയാൻ ഒരു വിഷമമില്ല. എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജയരാജൻ ഉണ്ടല്ലോ, നമ്മുടെ LDF-ന്റെ കൺവീനർ ആയിരുന്നു. കൂടാതെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായിരുന്നു. പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇവിടെ മുഖ്യമന്ത്രി കസേര ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്നൊരു പേടി പുള്ളിക്കാരനുണ്ടായിരുന്നേ. അപ്പൊ അമേരിക്കയിലേക്ക് ഈ മുഖ്യമന്ത്രി കസേര കൊണ്ടുപോകാനും പറ്റുമല്ലോ. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുക? ഈ കസേര ഇപ്പൊ ആരെ ഏൽപ്പിക്കുക? അങ്ങനെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളായിരുന്നു ആര്? അല്ലേ? എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കാണുമ്പോൾ തന്നെ അടുത്തേക്ക് ചില എല്ലാവർക്കും പേടിയൊക്കെ ആവും. വലിയ ആകാരോഗ്യമായിട്ടൊരു മനുഷ്യൻ, പക്ഷെ ആള് വളരെ ശുദ്ധനാട്ടോ. ഈ ശുദ്ധൻ എന്ന് പറഞ്ഞാൽ ശുദ്ധരിൽ ശുദ്ധന, ഉള്ള കാര്യം മുഴുവൻ വെട്ടിത്തുറന്ന് നമ്മൾ പറയും. പക്ഷെ പറയുന്നതിൽ പലതും എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഗുസ്തി ബോക്സിംഗ് താരമായിട്ടുള്ള മുഹമ്മദ് അലി ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയെന്നൊക്കെ അദ്ദേഹം പറയും. പിന്നെ മേഴ്സി നല്ല കളിക്കാരനാണെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആളുണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് കട്ടൻ ചായയും പരിപ്പോടെ എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയത് മറ്റാൾ ആരൊക്കെയാണ്, അതിൽ അദ്ദേഹത്തിന് പങ്കില്ല. പക്ഷെ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരെയും പേടിയില്ല, ഒരു പുല്ലിനെ എനിക്ക് പേടിയില്ല. ഒരു കാര്യം ആരുടെ മുഖത്ത് നോക്കി ചോദിക്കാനും അല്ലെങ്കിൽ പറയാനും എനിക്കൊരു മടിയില്ല എന്നാ പറഞ്ഞേക്കണേ. എന്തെന്നാ പറഞ്ഞു വരണേ? ഇത്രയൊക്കെ മുഖവരെ ഇതിന് എന്താ ആവശ്യം എന്ന് ചോദിച്ചുണ്ട്. ഉണ്ടല്ലോ, ഉണ്ട്. അതായത് ഈ പിണറായി വിജയനും MV ഗോവിന്ദനും എതിരെയൊക്കെ ഇപ്പൊ ഈ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പുകില് നടക്കുകയാണല്ലോ. ഈ പുകിലെന്ന് പറഞ്ഞാൽ പോരാ, പുകിലിന്റെ പുകില്. ഇവിടെ ബ്രാഞ്ച് തലം മുതൽ, ഏരിയ കമ്മിറ്റി മുതൽ, സംസ്ഥാന സമിതി മുതൽ, കേന്ദ്ര കമ്മിറ്റി മുതൽ 2026 തോൽവിക്ക് കാരണം പിണറായി വിജയനും ഈ പാർട്ടിയെ നയിച്ച MV ഗോവിന്ദനാണെന്ന് സൂക്ഷം എല്ലാവരും പറഞ്ഞു. പക്ഷെ അത് സമ്മതിക്കാൻ രണ്ടു കൂട്ടർ മാത്രം ഒരുക്കായിരുന്നില്ല. ആ രണ്ടു കൂട്ടർ ആരൊക്കെയാ? ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് MV ഗോവിന്ദനും. ആ പാർട്ടിക്ക് കിട്ടിയ എല്ലാ റിപ്പോർട്ടും കൊണ്ട് വെട്ടിത്തിരുത്തി, സംസ്ഥാന സമിതിക്ക് കിട്ടിയ താഴെ ഘടകത്തിന്റെ എല്ലാ റിപ്പോർട്ടും വെട്ടിത്തിരുത്തി, പിണറായി വിജയനും MV ഗോവിന്ദനും എന്നുള്ള പേരൊക്കെ വെട്ടിത്തിരുത്തി. അവർക്കല്ല പങ്ക്, കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തത്തിന്. അതായത് ഈ CPM-ന്റെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ബൂത്ത് തലത്തിൽ, പഞ്ചായത്ത് തലത്തിലൊക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ നടന്നവനും, കൊടി കെട്ടാൻ നടന്നവനും, ജയ് വിളിക്കാൻ നടന്നവനും, മൈക്ക് അനൗൺസ്മെന്റ് നടന്നവനും, ഇവിടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന പിണറായി വിജയനും അതുപോലെ MV ഗോവിന്ദനും എല്ലാം തുല്യ പ്രാധാന്യമാണ് തോൽവിക്കുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ചാണ് തോൽവിയുടെ പ്രാധാന്യം. പിണറായി വിജയനും അല്ലെങ്കിൽ MV ഗോവിന്ദനും മാത്രമല്ല എന്റെ പങ്കുള്ളത് എന്ന് വെട്ടിത്തിരുത്തി ഒരു റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു. ഈ വെട്ടിത്തിരുത്താനും റിപ്പോർട്ടുകൾ കൈമാറാനും ഒക്കെ മിടുക്കന്മാരെ തന്നെയാണല്ലോ കേന്ദ്ര കമ്മിറ്റി. ഇപ്പൊ എന്താ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമിതിക്കൊക്കെ ശേഷം ഈ കേന്ദ്ര കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോൾ ദാണ്ടാ ഈ റിപ്പോർട്ടൊക്കെ വലിച്ചു കയറി ചവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഇങ്ങോട്ട് ഇറക്കിയിരിക്കണു. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, CPM എന്ന പാർട്ടി അടിസ്ഥാന വർഗത്തിന്റെ, അടിയാള വർഗത്തിന്റെ പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന, ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വന്ന ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. നേതാക്കളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജീവിതശൈലി, ജനങ്ങളോട് എങ്ങനെ പറയണം, എങ്ങനെ പെരുമാറണം എന്നറിയാൻ പാടില്ല, ഭാഷയിൽ ഒരിക്കലും മാന്യതയില്ല, മിതത്വം പാലിക്കുന്നില്ല. പൊതുവേദിയിൽ വെച്ച് ജനങ്ങൾ, പാർട്ടിക്കാർ തന്നെ സംശയം ചോദിച്ചാൽ വീട്ടിൽ പോയി പറയ് എന്നാണ് പറയണത്. അല്ലാന്നുണ്ടെങ്കിൽ കടക്ക് പുറത്ത് എന്ന് മാധ്യമങ്ങൾ അകറ്റി നിർത്തും. അല്ലെങ്കിൽ ചെറ്റത്തരം, പരമനാറി എന്നൊക്കെയുള്ള ചില വിശേഷണങ്ങളൊക്കെ ആയിട്ട് ചില നേതാക്കന്മാരൊക്കെ ഇങ്ങനെ മുന്നിൽ വന്നു. അത് ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി. പിന്നെ ചില അഴകിയ രാവണന്മാരുടെ പോലെ നല്ല വലിയ പൊട്ടൊക്കെ തൊട്ട് സിൽക്കിന്റെ ജുബയൊക്കെ ഇട്ട് SNDP പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞ് കിട്ടുമ്പോ തരം കിട്ടുമ്പോഴൊക്കെ ന്യൂനപക്ഷങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെയും വണ്ടി കയറ്റി ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി പിണറായി വിജയൻ പമ്പാവണപ്പുറത്ത് എന്താണ് കല്യാണം കഴിഞ്ഞ പുതുവണ്ണിന്റെയും പുതിയക്കിന്റെയും പോലെ വന്നിങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് ആ വേദിയിൽ ചെന്ന് വെള്ളാപ്പള്ളി നടേശനെ, അതായത് SNDP സമുദായ അംഗത്തിനെ കുറിച്ച് വലിയ രീതിയിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഈ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് നാഴിക്ക് 40 വട്ടം അതും ഇതുമൊക്കെ വിളിച്ചു പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയാനായിട്ട് ഒരിക്കലും CPM-കാർ തയ്യാറായില്ല, പിണറായി തയ്യാറായില്ല, MV ഗോവിന്ദൻ തയ്യാറായില്ല. ഇതൊക്കെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് എഴുതി വെച്ചേക്കാം. അതൊക്കെ ഈ പാർട്ടി 8 നിലയിൽ പൊട്ടാനുള്ള ഒരു കാരണമായി എന്ന് തന്നെ സൂചിപ്പിക്കണതേ. മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ എന്താണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ സർക്കാരിനെ നയിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശവും കൂടി വായിച്ചു. അപ്പൊ പൂർണ്ണമായി BJP-യുടെ B ടീമാണ് കേരളത്തിലെ CPM സർക്കാർ എന്നുള്ള പറച്ചിലിന് കൂടുതലാക്കം പകരുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗീകരിക്കത്തക്കതല്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ജനങ്ങളിൽ നിന്ന് അങ്ങോട്ട് അകന്നുപോയി. പൊതുജനം ഈ പാർട്ടി ഇനി ഭരിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റത് എന്ന് കേന്ദ്ര കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഇങ്ങ് എഴുതി വിട്ടു. ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ ജയരാജൻ അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിണറായി വിജയനെതിരെ ജയരാജൻ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ചെറിയ ഗുണ്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ മാധ്യമങ്ങൾ ജയരാജനോട് ചോദിച്ചു, കേന്ദ്ര കമ്മിറ്റിയുടെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ, ജയരാജൻ സഖാവേ നിങ്ങൾ അറിഞ്ഞോ, കണ്ടോ, കേട്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെന്താ കേൾക്കാതെ, എന്താ കാണാതെ? ഞാൻ ഉണ്ടായിരുന്നല്ലോ.
അത് ശരിയല്ല. കാരണം പാർട്ടിക്ക് മേലെ ആരെങ്കിലും ഒക്കെ വലുതാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. അപ്പൊ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഇ.പി. ജയരാജൻ സഖാവ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്താ അംഗീകരിക്കാത്ത? സൂക്ഷം, തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ എല്ലാ നേതാക്കന്മാർക്കും അത് ബാധകമാണ്, ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ പിണറായി വിജയനെ വിമർശിക്കാൻ താങ്കൾക്ക് പേടിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ എന്തിനു പേടിക്കണേ? ഞാൻ ഒരു പുല്ലിനെ എനിക്കൊരു പേടിയില്ല. ഞാൻ പിണറായി വിജയനെ എന്നല്ല, ആരെ വേണമെങ്കിലും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനിയും പിണറായി വിജയനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ യാതൊരു തരത്തിലുള്ള മടിയില്ല. അതൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഓരോരോ കണ്ടെത്തല്. ഇവിടെ ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് CPM നല്ലോണം അങ്ങോട്ട് പുലരുന്നുണ്ടേ. നല്ലോണം വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ എന്താണ് ചെടി വളർന്നു പറഞ്ഞ പോലെ CPM അണികൾ ഇങ്ങനെ വളർന്നു വരും. ഉൾപാർട്ടി ജനാധിപത്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വളർച്ച എന്നാണ് ഇ.പി. ജയരാജൻ പറയണത്. എന്തായാലും പിണറായി വിജയൻ എന്നല്ല, അതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും വിജയന്മാരുണ്ടെങ്കിൽ ആ വിജയന്മാരെയൊക്കെ മത്സരിക്കാനോ അല്ലെങ്കിൽ ആ വിജയന്മാരെയൊക്കെ വിമർശിക്കാനോ ഒക്കെ എനിക്ക് ഒരു മടിയില്ല. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും എന്തൊരു ധാരണ എനിക്ക് വേണ്ട. എനിക്കൊരു പുല്ലിനെയും പേടിയില്ല. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും എന്ന് തന്നെ ഇ.പി. ജയരാജൻ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ പൊതുജനമധ്യത്തിൽ കഴുത്തിന് പിടിച്ച് തള്ളുകയായിരുന്നു ഇ.പി. ജയരാജൻ ചെയ്തത്. എന്തായാലും കേന്ദ്ര കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇനിയിപ്പോ വിപുലമായിട്ടുള്ള ഒരു CPM സംസ്ഥാന സമിതി കോഴിക്കോട് വെച്ച് സെപ്റ്റംബർ മാസത്തിൽ ചേരാനിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾക്ക് സൂക്ഷം ഒരു തീരുമാനം ഉണ്ടാവും, നടപടി ഉണ്ടാവും. പിണറായി വിജയന് CPM പുറത്തേക്കുള്ള വാതിൽ തുറന്നു പിടിച്ചു വെച്ചിരിക്കണു ഇ.പി. ജയരാജൻ അടക്കമുള്ള ആളുകളെ എന്ന് പറയാൻ കഴിയണം. എന്തായാലും MP ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും കാര്യം കട്ടപ്പുക സ്വാഹ സ്വാഹ സ്വാഹ, അത് ഏതാണ്ട് തീരുമാനമായിരിക്കണു. അപ്പൊ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരാട്ടോ. ഇ.പി. ജയരാജൻ തന്നെ ഇപ്പോ CPM ഒരു സ്റ്റാർ ആയിരിക്കുന്നു. പാർട്ടി പിടിക്കാൻ വേണ്ടി ഇ.പി. ജയരാജനും MP ജയരാജനും P ജയരാജനും ശ്രീമതി ടീച്ചറും KK ശൈലജയും ഒക്കെ പഴയ വഴക്കൊക്കെ മറന്ന് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഉദ്ദേശം ഒന്ന് മാത്രം, ഒറ്റ കാര്യം മാത്രം, ഈ പിണറായി വിജയനെയും MP ഗോവിന്ദനെയും ചവിട്ടി പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. പാർട്ടി എങ്ങനെയെങ്കിലും പച്ച പിടിപ്പിച്ചുകൊണ്ട് വരണം. കാരണം ഈ ലോകത്തില് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട്. ആദ്യമായി ബാലറ്റിൽ അധികാരത്തിൽ വന്നത് ഈ പാർട്ടിയാണ്, ഈ കേരളത്തിലാണ്. അതുകൊണ്ട് കേരളത്തിൽ ഈ പാർട്ടി ഇല്ലാതാവാൻ ഒരു പിണറായി വിജയനെയും അനുവദിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പൊ ഇ.പി. ജയരാജനും പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു പുല്ലിനെയും പേടിയില്ല, എനിക്ക് ആരെയും വിമർശിക്കാൻ എനിക്കൊരു പേടിയില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കണേ. എന്തായാലും ഇനിയിപ്പോ ഇതിന്റെ പേരിൽ മറ്റെന്തെങ്കിലും പുകലുണ്ടാവുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. നമസ്കാരം.